ഇലക്ഷന് ശേഷം ഇന്ധനവില കൂട്ടുമോ? സ്വാഗതം പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. പെട്രോൾ ഡീസൽ നിരക്കുകൾ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇന്ധനവില വർദ്ധിപ്പിക്കുമെന്ന പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ജനങ്ങൾക്കിടയിൽ ഭീതിയും പരിഭ്രാന്തിയും പരത്താനാണ് ഇത്തരം വാർത്തകൾ ഉപയോഗിക്കപ്പെടുന്നതെന്ന് മന്ത്രാലയം പറയുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഇന്ധനവില വർദ്ധിപ്പിക്കാത്ത ഒരേയൊരു രാജ്യം ഇന്ത്യയാണെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ധനവില ലിറ്ററിന് 25 മുതൽ 28 രൂപ വരെ കൂട്ടുമെന്ന് ബ്രോക്കറേജ് സ്ഥാപനമായ കൊട്ടാക് എക്വിറ്റീസ് അഭിപ്രായപ്പെട്ടിരുന്നു. ഉയർന്ന വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് പ്രതിമാസം 27,000 കോടി രൂപയുടെ അധിക ബാധ്യത എണ്ണ കമ്പനികൾക്ക് ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഓഹരി വിപണിയിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 852 പോയിന്റ് ഇടിഞ്ഞ് 77,664 വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി 205 പോയിന്റ് ഇടിഞ്ഞ് 24,173 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ സൂചിക 2.35%, പൊതുമേഖലാ ബാങ്ക് സൂചിക 2.19% ഇടിഞ്ഞു. IT, ഫിനാൻഷ്യൽ സർവീസ് മേഖലകളിലെ ഓഹരികളിലും ഇടിവ് ദൃശ്യമായി. വ്യാപകമായ വിൽപ്പനയാണ് ഇന്ന് വിപണിയിൽ ദൃശ്യമായത്. 2 ദിവസത്തിനിടെ സെൻസെക്സ് 1,609 പോയിന്റും നിഫ്റ്റി 2% ഇടിഞ്ഞു കഴിഞ്ഞു. ബാങ്കിംഗ് ഓഹരികളിൽ നിക്ഷേപകർ ലാഭം ബുക്ക് ചെയ്തു. എണ്ണവില $100 മുകളിലേക്ക് ഉയർന്നതാണ് വിപണിക്ക് പ്രധാനമായും തിരിച്ചടിയായത്. ഏതാനും ദിവസത്തെ വാങ്ങലിന് ശേഷം വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് ലാഭമെടുത്ത് പുറത്തു കടക്കുകയുമാണ്. ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ എങ്ങും എത്താതായതോടെ ഇന്ധനവില വീണ്ടും കുതിക്കുകയാണ്. വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ടെങ്കിലും ഹോർമുസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സംഘർഷങ്ങളാണ് എണ്ണവിലയെ ഉയർത്തുന്നത്. ബ്രന്റ് ക്രൂഡ് വില 1.02% വർദ്ധിച്ച് ബാരലിന് $103 എന്ന നിലയിലാണ്. അതേസമയം സ്വർണ്ണവില സമ്മർദ്ദത്തിൽപ്പെട്ട താഴേക്കാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില 1% താഴ്ന്ന് $4,700 കേരളത്തിൽ 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 110 രൂപ കുറഞ്ഞ് 17,075 രൂപയിലെത്തി. പവന് 880 രൂപ കുറഞ്ഞ് 1,12,600 രൂപയാണ് ഇന്നത്തെ വില.